ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മന്ത്രൂട്ട്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈം നമ്പേഴ്സ് തിയറത്തിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള തിയറംസ് ആണ്. ഓക്കെ, സം ഈക്വലൻ്റ് ഫോംസ് ഓഫ് പ്രൈം നമ്പർ തിയറം. പ്രൈം നമ്പർ തിയറം. ഓക്കെ, നമ്മൾ പ്രൈം നമ്പർ തിയറം നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. ആ ഒരു തിയറത്തിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള തിയറംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാവുന്ന റിസൾട്ടാണ് പ്രൈം നമ്പർ തിയറം. എന്താണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്കസ് ചെയ്തതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി പൈ ഓഫ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് ഡിവൈഡ് ബൈ എക്സ് ഈക്വൽ ടു 1. ഇതാണ് പ്രൈം നമ്പർ തിയറം. ഓക്കെ, ഇതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഫോംസ് ആണ് നമ്മൾ ഈ തിയറത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ തിയറം ദി ഫോളോവിങ് റിലേഷൻസ് ആർ logically equivalent. Limit x tends to infinity pi of x into log x divided by x which is equal to 1. Okay, next statement ആണ് limit x tends to infinity theta of x divided by x equal to 1. Okay, next statement ആണ് limit x tends to infinity psi of x by x equal to 1. Okay, സോ നമ്മൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റിനും നമുക്ക് ജസ്റ്റ് നമ്പേഴ്സ് കൊടുക്കാം. 1, 2 and 3. ഓക്കെ, സോ ഇതിൽ മീൻ ചെയ്യുന്നത് 1 implies 2, 2 implies 3, അതേപോലെ 3 implies 1. ആ ഒരു രീതിയിൽ അത് ഏത് സ്റ്റേറ്റ്മെൻറ്റ് തമ്മിലും ഈക്വലൻ്റ് ആയിരിക്കും എന്നാണ് തിയറത്തിൻ്റെ ഐഡിയ. ഓക്കെ, സോ നമുക്കറിയാം ഇതാണ് പ്രൈം നമ്പർ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അത് എന്തിന് ഈക്വലൻ്റ് ആയിരിക്കുന്നതാ? ഈ രണ്ട് ഫോംസിന് ഈക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, 1 implies 2, 2 implies 3, അതേപോലെ 3 implies 1 ഒക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ നമുക്കിതിൻ്റെ പ്രൂഫ് ഡിസ്കസ് ചെയ്യാം. പ്രൂഫ് നമുക്ക് പ്രീവിയസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു തിയറാണ്. We have the previous theorem for x greater than or equal to, നമുക്കറിയാവുന്ന തിയറാണ്. തീറ്റ ഓഫ് എക്സ് എന്തായിരിക്കും? ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ equal to തീറ്റ ഓഫ് എക്സ് equal to പൈ ഓഫ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് മൈനസ് ഇൻ്റഗ്രൽ 2 to x പൈ ഓഫ് ടി ബൈ ടി ഡി ടി. ഓക്കെ, ഇത് നമുക്കറിയാവുന്ന തിയറാണ്. നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ദിസ് ഇംപ്ലൈസ് സോ തീറ്റ ഓഫ് എക്സ് ഡിവൈഡ് ബൈ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു പൈ ഓഫ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 ബൈ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ 2 to x പൈ ഓഫ് ടി ഡിവൈഡ് ബൈ ടി ഡി ടി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, നമ്മളിതിനെ ജസ്റ്റ് എന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. ഓക്കെ, അതേപോലെ ഓൾസോ വി ഹാവ്, നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള തിയറത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ്. നമുക്കറിയാം എന്താണ്? ഓൾസോ വി ഹാവ് പൈ ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. തീറ്റ ഓഫ് എക്സ് ഡിവൈഡ് ബൈ ലോഗ് എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 2 to x തീറ്റ ഓഫ് ടി ഡിവൈഡ് ബൈ ടി log square t log square t dt. ഓക്കെ, t log square t dt നമുക്കറിയാവുന്ന റിസൾട്ടാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനെ നമ്മൾ log x ബൈ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇക്വേഷൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക? log x ബൈ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ലെഫ്റ്റ് സൈഡിൽ log x ബൈ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? പൈ ഓഫ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് ബൈ എക്സ് അവിടെ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ട് ടേംസ് നമുക്ക്
log x by x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഈ ടേമിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ log x എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. സോ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് തീറ്റ ഓഫ് എക്സ് ഡിവൈഡ് ബൈ എക്സ് എന്ന് കിട്ടും. പ്ലസ് നമ്മൾ ഈ ടേമിനെ നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. സോ log x ബൈ എക്സ് ഇൻറ്റു ഇൻറ്റഗ്രൽ 2 to x തീറ്റ ഓഫ് ടി ബൈ ടി ഇൻറ്റു log സ്ക്വയർ ടി ഡി ടി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തില്ല? ജസ്റ്റ് ഇക്വേഷൻ നമ്പർ 5 എന്ന് പുട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്കിപ്പോൾ 5 ഇക്വേഷൻസ് ഉണ്ട്. നമ്മൾ നെയിം കൊടുത്ത 5 ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യുന്നത് 1 implies 2 ആണ്. ഓക്കെ, ടു പ്രൂവ് 1 implies 2. ഓക്കെ, സോ നമ്മൾ 1 implies 2 പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് 1 അസ്യൂം ചെയ്യാം. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് 1 അസ്യൂം ചെയ്തിട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 അതിന് ഈക്വലൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്തെടുക്കണം. നമ്മളതിനെന്താ ചെയ്യുക? നമ്മളിതാ ഇക്വേഷൻ നമ്പർ 4ഉം 5ഉം കണ്ടില്ലേ? ഇക്വേഷൻ നമ്പർ 4ൻ്റെ നമ്മളെന്താ ഇക്വേഷൻ നമ്പർ 1 അസ്യൂം ചെയ്യുക. ഓക്കെ, അതായത് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ഇൻഫിനിറ്റി പൈ ഓഫ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ 1 ആണ് നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ഇൻഫിനിറ്റി തീറ്റ ഓഫ് എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ടേംസ് ഇതിൽ വരുന്നുണ്ടല്ലോ. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം എന്താണ്? തീറ്റ ഓഫ് എക്സ് ബൈ എക്സിൻ്റെ ലിമിറ്റ് 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ ഇക്വേഷൻ നമ്പർ 4ൽ തീറ്റ ഓഫ് എക്സ് ബൈ എക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ 4ൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അതിൻ്റെ വാല്യൂ 1 ആണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂ 1 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. നമുക്കറിയാം ഇതിൻ്റെ ലിമിറ്റ് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ അസ്യൂം ചെയ്ത പ്രകാരം എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി തീറ്റ ഓഫ് എക്സ് ബൈ എക്സ് ഈക്വൽ ടു കൊടുക്കും. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലും കൊടുക്കും. റൈറ്റ് സൈഡിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഇതിനും കൊടുക്കും ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ വാല്യൂ നമ്മൾ അസ്യൂം ചെയ്ത പ്രകാരം എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ഇതിൻ്റെ ലിമിറ്റ് 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അത്രയും ചെയ്താൽ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആവും. സോ നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യുന്നത്? 1 implies 2 പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇക്വേഷൻ നമ്പർ 4ലെ ലാസ്റ്റ് ടേം 0 ആണെന്ന് പ്രൂവ് ചെയ്യും. റൈറ്റ് സൈഡിലുള്ള 1 by x ഇൻറ്റു ഇൻറ്റഗ്രൽ 2 to x പൈ ഓഫ് ടി ബൈ ടി ടിൻ്റെ വാല്യൂ 0 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ 1 implies 2 ആണ് പ്രൂവ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? 1 implies 2 എന്ന് ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കാം. സോ ഇക്വേഷൻ നമ്പർ 1 implies 2 ആണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ അസ്യൂം ചെയ്യുന്നത് അസ്യൂം ദാറ്റ് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ഇൻഫിനിറ്റി പൈ ഓഫ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ എന്താണ്? 1 ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, നമ്മളെന്ത് ചെയ്യുക? നമ്മളെന്ത് ചെയ്യുക? അസ്യൂം ചെയ്യാം. ഓക്കെ, നമ്മളെന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 4 ചൂസ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 4ൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക? ലിമിറ്റ് കൊടുക്കാം. ഓക്കെ, then 4 becomes നമ്പർ 4 എന്തായി മാറും? ഇക്വേഷൻ നമ്പർ 4ൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ഇൻഫിനിറ്റി നമുക്ക് എന്താ കിട്ടുക? തീറ്റ ഓഫ് എക്സ് ബൈ എക്സ് എന്ന് കിട്ടും. ഓക്കെ, റൈറ്റ് സൈഡ് നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ഇൻഫിനിറ്റി പൈ ഓഫ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് ബൈ എക്സ്. അതുപോലെ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ഇൻഫിനിറ്റി 1 by x ഇൻറ്റു ഇൻറ്റഗ്രൽ 2 to x പൈ ഓഫ് ടി ഡിവൈഡ് ബൈ ടി ഡി ടി. ഓക്കെ, നമ്മൾ ഇക്വേഷൻ നമ്പർ 4ൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു? ലിമിറ്റ് കൊടുത്തു. ഓക്കെ, സോ വിച്ച് ഇംപ്ലൈസ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ഇൻഫിനിറ്റി തീറ്റ ഓഫ് എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ ഈ ഒരു ടേമിൻ്റെ ലിമിറ്റ് എന്താണ്? 1 ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അസംഷനാണ്. സോ ഇസ് ഈക്വൽ ടു 1 മൈനസ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 by x ഇൻറ്റു 1 over x ഇൻറ്റു ഇൻറ്റഗ്രൽ 2 to x പൈ ഓഫ് ടി ബൈ ടി ഡി ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് നമ്മൾ 1 അസ്യൂം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 എന്താണ്? നമ്മൾ 2ൻ്റെ റിസൾട്ട് എന്താണ്?
2ൻ്റെ റിസൾട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ഇൻഫിനിറ്റി തീറ്റ ഓഫ് എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ 1 ആണെന്ന് പ്രൂവ് ചെയ്താൽ നമ്മൾ റിസൾട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇത്രയും പ്രൂവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ സെക്കൻഡ് റിസൾട്ട് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ഈ ഒരു ലിമിറ്റ് 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ. നമ്മുടെ നെക്സ്റ്റ് ക്ലെയിം എന്താണ്? നമ്മുടെ ക്ലെയിം ലാസ്റ്റ് ടേമിൻ്റെ ലിമിറ്റ് 0 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാം. ഓക്കെ. നമ്മുടെ ക്ലെയിം എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x ഇൻ്റഗ്രൽ 2 to x പൈ ഓഫ് ടി ഡിവൈഡ് ബൈ ടി ഡി ടിയുടെ വാല്യൂ 0 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ. ഇത് പ്രൂവ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടേം 0 ആയി പോവും. സോ ആ ടേം 0 ആയാൽ ഈ ലിമിറ്റ് 1 ആണെന്ന് കിട്ടും. ഓക്കെ. നമുക്ക് എങ്ങനെ ഇത് പ്രൂവ് ചെയ്യാം? നമ്മൾ എന്താ അസ്യൂം ചെയ്തിട്ടുണ്ട്? വി അസ്യൂംഡ് ദാറ്റ് നമ്മൾ എന്താ അസ്യൂം ചെയ്തിട്ടുണ്ട്? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി പൈ ഓഫ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് ബൈ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 1 ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതിൻ്റെ മീനിങ് എന്താണ്? ദിസ് മീൻസ് പൈ ഓഫ് ടി ബൈ ടി. ഓക്കെ. പൈ ഓഫ് ടി ബൈ ടി എന്തിന് ഈക്വൽ ആയിരിക്കും? വിഗ് ഓഫ് 1 ബൈ ലോഗ് ടിക്ക് ഈക്വൽ ആയിരിക്കും. വിഗ് ഓഫ് 1 ബൈ ലോഗ് ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഓക്കെ. സോ പൈ ഓഫ് ടി ബൈ ടി എന്തിന് ഈക്വലാണ്? വിഗ് ഓഫ് 1 ബൈ ലോഗ് ടിക്ക് ഈക്വലാണ്. റീസൺ എന്താണ്? പൈ ഓഫ് ടി ബൈ ടി വിച്ച് ഈസ് എന്താണ്? നമുക്കറിയാം ലെസ് ദാൻ, നമുക്കെന്ത് പറയാം? 1 ബൈ ലോഗ് ടി എന്ന് എഴുതാം. ഓക്കെ. നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? പൈ ഓഫ് എക്സിന് നമുക്ക് എന്താണെന്ന് അറിയാം? നമ്പർ ഓഫ് പ്രൈംസിൻ്റെ എണ്ണമാണ് നമുക്കറിയാം. അതേപോലെ പൈ ഓഫ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ ലോഗ് എക്സ് ബൈ എക്സ് എന്നുള്ള ഫംഗ്ഷന് ലിമിറ്റാണ് എന്ത്? 1 എന്ന് നമുക്കറിയാം. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് എങ്ങനെ എടുക്കാം? പൈ ഓഫ് ടി ബൈ ടി ഈക്വൽ ടു ബിഗ് ഓഫ് 1 ബൈ ലോഗ് ടി എന്ന് എടുക്കാം. ഓക്കെ. സോ ഓക്കെ. ഇനി നമ്മൾ നൗ 1/x ഇൻറ്റു ഇൻ്റഗ്രൽ 2 to x പൈ ഓഫ് ടി ബൈ ടി ഡി ടി ഇതെന്തായിരിക്കും? പൈ ഓഫ് ടി ബൈ ടി എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? അതെന്തിന് ഈക്വലാണ്? ബിഗ് ഓഫ് 1 ബൈ ലോഗ് ടിക്ക് ഈക്വലാണ്. സോ നമുക്കതിനെ ആ പൈ ഓഫ് ടി ബൈ ടിക്ക് നമ്മൾ 1 ബൈ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇൻ്റഗ്രൽ 2 to x ഇൻ്റഗ്രേറ്റ് നമുക്ക് എന്ത് കിട്ടും? അതെന്തിന് ഈക്വലൻ്റ് ആയിരിക്കും? ബിഗ് ഓഫ് 1/x ഇൻ്റഗ്രൽ 2 to x ഡി ടി ബൈ ലോഗ് ടിക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ. ഇനി നമ്മൾ നോക്കാം. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. നൗ ഇൻ്റഗ്രൽ 2 to x ഡി ടി ബൈ ലോഗ് ടീൻ്റെ വാല്യൂ എന്തായിരിക്കും നോക്കാം. ഇതിന് നമുക്ക് ഈ സ്പ്ലിറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ 2 to റൂട്ട് എക്സ് ഡി ടി ബൈ ലോഗ് ടി പ്ലസ് ഇൻ്റഗ്രൽ റൂട്ട് എക്സ് ടു എക്സ്. ഓക്കെ. നമ്മൾ എന്ത് ചെയ്തു? ഇൻ്റഗ്രൽ 2 to x നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. രണ്ട് ഇൻ്റഗ്രൽ 2 to റൂട്ട് എക്സ് പ്ലസ് ഇൻ്റഗ്രൽ റൂട്ട് എക്സ് ടു എക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ. റൂട്ട് എക്സ് ടു എക്സ് ഡി ടി ബൈ ലോഗ് ടി. ഓക്കെ. ഇനി നമുക്കറിയാം ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണല്ലോ. സോ ലോഗ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലോഗ് 2 ആയിരിക്കും. ഓക്കെ. സോ 1 ബൈ ലോഗ് ടി വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ ലോഗ് 2 ആയിരിക്കും. ഓക്കെ. സോ 1 ബൈ ലോഗ് ടി വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ ലോഗ് 2. സോ ഇവിടെ 1 ബൈ ലോഗ് ടി ഉണ്ടല്ലോ. വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും? 1 ബൈ ലോഗ് 2 ആയിരിക്കും. ഓക്കെ. സോ നമുക്ക് ഇതിനെങ്ങനെ മാറ്റി എഴുതാം? വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് എക്സ് ബൈ ലോഗ് 2 പ്ലസ് എക്സ് മൈനസ് റൂട്ട് എക്സ് ഡിവൈഡ് ബൈ ലോഗ് റൂട്ട് എക്സ്. ഓക്കെ. വിച്ച് ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ നമുക്ക് എന്ത് ചെയ്യാം?
ഓക്കെ, നമുക്കിങ്ങനെ നിർത്താം. ഓക്കെ, നമുക്കെന്താണ് കിട്ടിയത്? ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 2 to x dt by log t which is less than or equal to root x by log 2 plus x minus root x by log root x. ഓക്കെ, സോ നമുക്ക് 2 to x dt by log t ഇതെന്താണ്? വിച്ച് ഇസ് ലെസ് താൻ ഓർ ഈക്വൽ ഇതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ഇവിടെ ഒരു 1/x ഉണ്ടല്ലോ, ഇവിടെ 1/x കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, നമുക്കെന്ത് കിട്ടും? ദിസ് ഇംപ്ലൈസ് 1/x ഇൻറ്റു ഇൻ്റഗ്രൽ 2 to x dt by log t വിച്ച് ഈസ് ലെസ് താൻ ഓർ ഈക്വൽ ടു അവിടെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? 1/x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് എന്തായിട്ട് വരും? നമുക്ക് ദിസ് ലെസ് താൻ ഓർ ഈക്വൽ ടു 1/√x ഇൻറ്റു log 2. ഓക്കെ, നമുക്ക് ഡിനോമിനേറ്ററിലുള്ള എക്സിനെ √x ഇൻറ്റു √x എന്ന് മാറ്റി എഴുതിയിട്ട് മേലുള്ളയും താഴെയുള്ളയും √x ക്യാൻസൽ ചെയ്യാം. ഓക്കെ, പ്ലസ് ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് √x നമുക്ക് പുറത്തെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? മേലെ √x ഇൻറ്റു പിന്നെ √x മൈനസ് 1 എന്ന് കിട്ടും. പിന്നെ താഴെയുള്ള എക്സ് വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യുക. എക്സിനെ √x ഇൻറ്റു √x എന്ന് എഴുതാം. സോ ഒരു √x ക്യാൻസൽ ചെയ്ത് പോകും. സോ √x മൈനസ് 1 ഡിവൈഡ് ബൈ √x ഇൻറ്റു log √x എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം? എക്സ് മൈനസ് √x ബൈ എക്സ് ഇൻറ്റു log √x. ഓക്കെ, സോ ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x ഇൻറ്റു ഇൻ്റഗ്രൽ 2 to x dt by log t. dt by log t എന്തായിരിക്കും? 0 ആയിരിക്കും. റീസൺ എന്താണ്? ഇതിന് രണ്ടിൻ്റെയും ലിമിറ്റ് എന്തായിരിക്കും? നമുക്ക് 0 ആയിരിക്കും കിട്ടുക. ഓക്കെ, സോ നമുക്ക് ഈ ലിമിറ്റ് 0 ആണ് നമുക്ക് കിട്ടി. ഓക്കെ, സോ നമ്മുടെ എയിം ഇതായിരുന്നു. നമുക്ക് ഈ ലിമിറ്റ് 0 ആണെന്ന് കിട്ടിയാൽ നമ്മുടെ എയിം കംപ്ലീറ്റ് ആയി. ഓക്കെ, സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് സ്റ്റാർ എന്ന് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് സ്റ്റാർ എന്ന് കൊടുക്കാം. നമ്മുടെ ഇക്വേഷൻ നമ്പർ സ്റ്റാർ എന്തായിട്ട് മാറും? then equation star becomes equation സ്റ്റാർ എന്തായിട്ട് മാറും? ലിമിറ്റ് നമ്മുടെ സ്റ്റാർ ഇതാണ്. സ്റ്റാറിൻ്റെ റൈറ്റ് സൈഡിലുള്ളതാണ് ഈ ഒരു ടേമിൻ്റെ ലിമിറ്റ്. അതായത് ഈ ഒരു ലിമിറ്റ് നമുക്ക് എന്ത് കിട്ടി? 0 ആണെന്ന് കിട്ടി. സോ നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി തീറ്റ ഓഫ് എക്സ് ഡിവൈഡ് ബൈ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് എന്താണ്? വിച്ച് ഇംപ്ലൈസ് ദി ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് എന്താണ്? ഇക്വേഷൻ നമ്പർ 2. നമ്മൾ 1 ഇംപ്ലൈസ് 2 എന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 2 ഇംപ്ലൈസ് 1. ഓക്കെ, നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത് നമ്മൾ 1 ഇംപ്ലൈസ് 2 ആണ്. നമുക്ക് 2 ഇംപ്ലൈസ് 1 പ്രൂവ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ എന്താ അസ്യൂം ചെയ്യുക? ഈ സ്റ്റേറ്റ്മെൻറ്റ് അസ്യൂം ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തെടുക്കണം. ഓക്കെ, സോ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് 2 ഇംപ്ലൈസ് 1 ആണ്. ഓക്കെ, 2 implies 1. Okay, assume that limit x tends to infinity theta of x divided by x equal to 1. Okay, നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 5ൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക? ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇക്വേഷൻ നമ്പർ 5 ഇതാണ്. ഇക്വേഷൻ നമ്പർ 5ൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക? ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഓക്കെ, we have question number 5 എന്തായിരുന്നു? pi of x into log x by x which is equal to theta of x by x plus
log x divided by x into integral 2 to x theta of t divided by t into log square t dt. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് സൈഡിലും ലിമിറ്റ് അപ്ലൈ ചെയ്യുക. സോ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി pi of x into log x divided by x is equal to limit x tends to infinity theta of x by x plus limit x tends to infinity log x by x into integral 2 to x theta of t divided by t into log square t dt. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് എന്ത്, ഇതാ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി തീറ്റ ഓഫ് എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ 1 ആണ്. സോ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും, ദിസ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ അതവിടെ പുട്ട് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇക്വേഷൻ ഇംപ്ലൈസ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി pi of x into log x by x is equal to ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും 1 പ്ലസ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി log x by x into integral 2 to x theta of t divided by t into log square t dt. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താണ്, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി pi of x by x equal to 1 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളിപ്പോൾ ലാസ്റ്റ് കിട്ടിയ ഇക്വേഷനിൽ നമുക്ക് നോക്കാം. നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി, ഇത്രയും പ്രൂവ് ചെയ്ത് നമ്മൾ പ്രൂഫായി. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി pi of x into log x by x equal to 1 എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം, ഈ ഒരു ലിമിറ്റിൻ്റെ വാല്യൂ 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ക്ലെയിം ആ ലാസ്റ്റിലത്തെ ടേമിൻ്റെ ലിമിറ്റ് 0 ആണെന്നാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ ക്ലെയിം എന്താണ്, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി log x by x into integral 2 to x theta of t divided by t into log square t dt യുടെ വാല്യൂ 0 ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം, നമ്മൾ എന്താ അസ്യൂം ചെയ്തിട്ടുണ്ട്, we have assumed that നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി തീറ്റ ഓഫ് എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ 1 ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ മീനിങ് എന്താണ്, തീറ്റ ഓഫ് എക്സ് ഈക്വൽ ടു ബിഗ് ഓഫ് എക്സ് എന്നാണ്. ഓക്കെ, ഇതിൻ്റെ മീനിങ് ബൈ ഡെഫിനിഷൻ. ഓക്കെ, നമ്മൾ അസിംപ്റ്റോട്ടിക്കിൻ്റെ ഡെഫിനിഷനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ബിഗ് ഓൻ്റെ ഡെഫിനിഷനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ തീറ്റ ഓഫ് എക്സ് ഈക്വൽ ടു ബിഗ് ഓഫ് എക്സ് എന്ന് കിട്ടി. ദാറ്റ് ഈസ് എന്താണ്, തീറ്റ ഓഫ് ടി ഈക്വൽ ടു ബിഗ് ഓഫ് ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിനെങ്ങനെ ചേഞ്ച് ചെയ്യാം, നമുക്ക് ഈ log x by x into integral 2 to x theta of t dt divided by t into log square t dt into log square t ഈക്വൽ ടു, ഇത് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം, ഇതിൽ നമ്മൾ നോക്കേണ്ടത് തീറ്റ ഓഫ് ടി എന്താണ്, ബിഗ് ഓഫ് ടി എന്നാണ്. നമുക്ക് ഈ ഇൻ്റഗ്രൽ എങ്ങനെ ചേഞ്ച് ചെയ്യാം, log x by x ഇൻറ്റു ഇൻ്റഗ്രൽ എങ്ങനെ ചേഞ്ച് ചെയ്യാം, ദിസ് ഈക്വൽ ടു ബിഗ് ഓഫ് log x by x ഇൻറ്റു ഇൻ്റഗ്രൽ 2 to x എന്തായാലും ചേഞ്ച് ചെയ്യാം, ഡി ടി ഡിവൈഡ് ബൈ log സ്ക്വയർ ടി. ഓക്കെ, ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്താണെന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ഇൻ്റഗ്രൽ 2 to x തീറ്റ ഓഫ് ടി ഡി ടി ഡിവൈഡ് ബൈ ലോഗ് സ്ക്വയർ ടി ഡി ടി. അതിന് നമ്മൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, അത് എന്തിന് ഈക്വലാണ്, ബിഗ് ഓഫ് ഇതിന് ഈക്വൽ ആണല്ലോ, ലോഗ് എക്സ് ബൈ എക്സ് ഇൻറ്റു ആ ഇൻ്റഗ്രൽ എന്തിന് ഈക്വലാണ്, ബിഗ് ഓഫ് ഈ വാല്യൂവിന് ഈക്വലാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്തെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, നൗ
ഇൻ്റഗ്രൽ 2 to x dt ബൈ ലോഗ് സ്ക്വയർ ടി. ഇത് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം? രണ്ട് ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ 2 to root x dt ബൈ ലോഗ് സ്ക്വയർ ടി. ഓക്കെ, പ്ലസ് ഇൻ്റഗ്രൽ റൂട്ട് എക്സ് ടു എക്സ്. ഓക്കെ, നമ്മൾ 2 to x-നെ 2 to root x to x ആ രീതിയിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു ഇൻ്റഗ്രലിനെ രണ്ട് ഇൻ്റഗ്രലായിട്ട്. ഡി ടി ഡിവൈഡ് ബൈ ലോഗ് സ്ക്വയർ ടി. ഓക്കെ, നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ ട്രിക്ക് യൂസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് എക്സ് ഡിവൈഡ് ബൈ ലോഗ് സ്ക്വയർ ടു പ്ലസ് എക്സ് മൈനസ് റൂട്ട് എക്സ് ഡിവൈഡ് ബൈ ലോഗ് സ്ക്വയർ റൂട്ട് എക്സ്. ഓക്കെ, സോ നമുക്ക് എന്താണ് കിട്ടിയത്? ദാറ്റ് ഈസ്, അല്ലെങ്കിൽ ദിസ് ഇംപ്ലൈസ് integral 2 to x dt divided by log square t which is less than or equal to. നമുക്ക് ഇവിടെ ഉള്ള ടേം എന്താണ്? log x by x ഇൻറ്റു എന്നുള്ള രീതിയിലാണല്ലോ അത് ഉള്ളത്. നമുക്കിതാ ഇതിന് പകരം നമുക്ക് എന്ത് കിട്ടി? വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് ടേം. ഓക്കെ, പക്ഷേ ഇവിടെ എന്തുണ്ട്? ഈ ഒരു എക്സ്പ്രഷനിൽ എന്തുണ്ട്? ഒരു log x by x ഉണ്ടല്ലോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ഇപ്പം കിട്ടിയ ഇനീക്വാലിറ്റിയിൽ രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക? log x by x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇസ് ഈക്വൽ ടു log x by x ഇൻറ്റു ഇൻ്റഗ്രൽ 2 to x dt ബൈ log സ്ക്വയർ ടി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു log x by x ഇൻറ്റു അല്ലെങ്കിൽ log x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ log x by x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് എക്സ് ഇൻറ്റു log x by x ഇൻറ്റു ലോഗ് സ്ക്വയർ 2 പ്ലസ് log x by x ഇൻറ്റു എക്സ് മൈനസ് റൂട്ട് എക്സ് ഡിവൈഡ് ബൈ ലോഗ് സ്ക്വയർ റൂട്ട് എക്സ്. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഇംപ്ലൈസ്, ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ദിസ് ഇംപ്ലൈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി log x by x ഇൻറ്റു ഇൻ്റഗ്രൽ 2 to x dt ബൈ ലോഗ് സ്ക്വയർ. ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ആ ഇനീക്വാലിറ്റിയിൽ അതിൻ്റെ റൈറ്റ് സൈഡിൻ്റെ ലിമിറ്റ് 0 ആയിട്ട് വരും. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? ഈ ലിമിറ്റ് 0 ആണെന്ന് കിട്ടി. ഓക്കെ, സോ ഈ ലിമിറ്റ് 0 ആണെന്ന് കിട്ടി. നമുക്ക് എന്ത് പറയാം? നമുക്കിനി നമ്മൾ നേരത്തെ സ്റ്റേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഇക്വേഷൻ ഇതാ. ഈ ഇക്വേഷൻ ജസ്റ്റ് ഇക്വേഷൻ നമ്പർ സ്റ്റാർ എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ സ്റ്റാർ ബിക്കംസ് equation star becomes, then equation star becomes equation star എന്തായിട്ട് മാറും? equation സ്റ്റാറിൻ്റെ ഈ ലിമിറ്റിൻ്റെ വാല്യൂ 0 ആണ് നമുക്ക് കിട്ടി. നമുക്ക് എന്ത് മാത്രമേ കിട്ടുള്ളൂ? ഇത് മാത്രമേ കിട്ടുള്ളൂ. ലിമിറ്റ് x ടെൻഡ്സ് ടു ഇൻഫിനിറ്റി phi of x into log x by x equal to 1. Limit x tends to infinity phi of x into log x divided by x equal to 1 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? ഇത് 1 ആണ്. നമുക്ക് 2 implies 1 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് 2 implies 3. ഓക്കെ, 2 implies 3, അതേപോലെ 3 implies 2. ഓക്കെ, നമുക്കൊരു ഒറ്റ സ്റ്റെപ്പിൽ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, 2 implies 3 ആൻഡ് 3 implies 2 ആണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ പ്രീവിയസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത ഒരു തിയറം ഉണ്ട്. വി ഹാവ് എ
പ്രീവിയസ് തിയറം. എന്താണ് തിയറം? ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0 for x greater than 0 we have 0 less than or equal to psi of x by x minus theta of x by x theta of x by x which is less than or equal to log x the whole square divided by 2 root x into log 2 എന്നുള്ളൊരു തിയറുണ്ട്. ഇനി ഇതേ ഒരു തിയറത്തിൻ്റെ മറ്റൊരു ഐഡിയ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ തിയറത്തിൻ്റെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇതാണ്. നമ്മൾ ഒരു നോട്ടിൽ ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ താഴെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ഇൻഫിനിറ്റി സൈ ഓഫ് എക്സ് ബൈ എക്സ് മൈനസ് തീറ്റ ഓഫ് എക്സ് ബൈ എക്സ് 0 ആയിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ അസ്യൂം ചെയ്യുക? അതായത് ഇതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ രണ്ടിനും ലിമിറ്റ് കൊടുത്താൽ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ഇൻഫിനിറ്റി സൈ ഓഫ് എക്സ് ബൈ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ഇൻഫിനിറ്റി തീറ്റ ഓഫ് എക്സ് ബൈ എക്സ് എന്ന് കിട്ടും. ഓക്കെ, അതായത് ഈ രണ്ട് ലിമിറ്റും ഈക്വൽ ആണെന്നാണ് ഈ ഒരു തിയറത്തിൻ്റെ ഐഡിയ. ഓക്കെ, സോ നമ്മൾ ആദ്യം എന്താ അസ്യൂം ചെയ്യുക? അസ്യൂം ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ഇൻഫിനിറ്റി സൈ ഓഫ് എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ 1 ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അതായത് ഇതിൻ്റെ വാല്യൂ 1 ആണെന്ന് അസ്യൂം ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ലിമിറ്റിൻ്റെ വാല്യൂ 1 ആണെന്ന് കിട്ടും. ഓക്കെ, ദിസ് ഇംപ്ലൈസ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ഇൻഫിനിറ്റി തീറ്റ ഓഫ് എക്സ് ബൈ എക്സ് 1 ആണ്. ഓക്കെ, സോ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? ഇതേതാണ് സ്റ്റേറ്റ്മെൻറ്റ്? നമ്മൾ ഇപ്പോൾ പ്രൂവ് ചെയ്തത് നമ്മൾ 3 implies 2 ആണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഓക്കെ, ദാറ്റ് ഈസ് 3 implies 2 നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഓൾസോ അസ്യൂം ദാറ്റ് നമ്മൾ എന്താ അസ്യൂം ചെയ്യുക? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ഇൻഫിനിറ്റി സൈ ഓഫ് എക്സ് ബൈ എക്സിൻ്റെ തീറ്റ ഓഫ് എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ 1 ആണ് നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ, സോ തീറ്റ ഓഫ് എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ 1 ആണെന്ന് അസ്യൂം ചെയ്യുക. അതായത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് 2 നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ഇൻഫിനിറ്റി തീറ്റ ഓഫ് എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ ഇത് 1 ആണ്. നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ വാല്യൂ 1 ആണെന്ന് കിട്ടും. ഓക്കെ, ദിസ് ഇംപ്ലൈസ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ഇൻഫിനിറ്റി സൈ ഓഫ് എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1. ഇതേതാണ് സ്റ്റേറ്റ്മെൻറ്റ്? സ്റ്റേറ്റ്മെൻറ്റ് 2 implies 3. ഓക്കെ, സോ നമ്മൾ 2 implies 3 3 implies 2 നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു തിയറത്തിൻ്റെ പ്രൂഫ് ഉള്ളത്. ഓക്കെ.